ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് ഡിവൈഎസ്പി സുഭാഷ് ബാബു കൂടി ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് നാടിനെ നടുക്കിയ ഒരു ബാങ്ക് കവർച്ച ഉണ്ടായിരിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ തൃശൂർ പോട്ട ബ്രാഞ്ചിൽ നിന്നും, ഫെഡറൽ ബാങ്കിന്റെ പോട്ട ബ്രാഞ്ചിൽ നിന്നും കവർന്നെടുത്തിരിക്കുകയാണ്. അതും ക്യാഷ്യറെ ബന്ദിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പോലെ അല്ലെങ്കിൽ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരിടത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ കൃത്യം നടത്തുക എന്നത് ഇപ്പോഴും അതിശയം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഉച്ചയ്ക്ക് 1:30 അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. ലഞ്ച് ബ്രേക്ക് സംബന്ധിച്ചാൽ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാഷ്യറുടെ ക്യാബിനിലേക്ക് ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ വയ്യാത്ത രീതിയിലുള്ള ബന്ധോസ് വേണമെന്നൊക്കെ പണ്ട് ബാങ്ക് കവർച്ച വന്നതോടുകൂടി എല്ലാ ബാങ്കുകാർക്കും നിഷ്കർഷ നടത്തുകയും അതനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പോലീസ് നിർദ്ദേശം അനുസരിച്ച് അവരുടെ കൗണ്ടറൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾക്ക് പുറത്തുനിന്ന് ഒരു കാരണവശാലും കാഷ്യറുടെ അനുവാദമില്ലാതെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ക്യാമ്പയിൻ ഇപ്പൊ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് തുറന്നിട്ടിട്ടുണ്ടാവും. അത് അശ്രദ്ധയുടെ ഒരു ഭാഗമാണ്. പിന്നെ ആളുകൾ അവിടെ നിന്ന് ഊണ് കഴിക്കാൻ പോകുന്ന സമയമാണ്. ആരും തീരെ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് ഒന്നും അധികം ഉണ്ടാകാത്ത സമയമായിരിക്കും. ആ സമയമായിരിക്കുന്ന അവസരത്തിൽ നോക്കിയിട്ട് അവിടെ സാധാരണ അവിടെ പരിചയമുള്ള ആളോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്ന് മുൻപ് വീക്ഷിച്ചിട്ടുള്ള വ്യക്തിയോ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണല്ലോ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കത്തി മാത്രം കാണിച്ചിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ പൈസ ബന്ധോസിൽ വെച്ചത് തുറന്നിട്ടുണ്ടാവും, പുറത്തെവിടെയും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് ഇവര് കള്ളന്മാര് ഇത് നേരത്തെ കണ്ട് മനസ്സിലാക്കി അവര് അത് അവസരം മുതലെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, ബാങ്കില് സാധാരണഗതിയിൽ തന്നെ ഇത് ഉള്ളോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് മാത്രം ഡോർ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് ചെയിനിട്ട് ലോക്കിട്ട് വെക്കണമെന്നൊക്കെയാണ് പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ നിർബന്ധമായിട്ടും ആ ഡോറിന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്നൊക്കെ നിർബന്ധമുണ്ട്. പലയിടത്തും ഞാനത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് അതൊക്കെ അലംഭാവം കാണിച്ചതെന്ന് മനസ്സിലാവുക. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പുറത്ത് സെക്യൂരിറ്റിക്കാരന് ഈ ഗേറ്റ് അടയ്ക്കാൻ പറ്റും. ഗ്രിൽസ് ആണ് എല്ലായിടത്തും ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ശ്രീ സുഭാഷ് ബാബു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കയറി വരുന്നിടത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ഇനി അകത്തുണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ മുഖം മുഴുവൻ കവർ ചെയ്ത ഒരാൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ, അതും ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ അയാളെ കയറ്റി വിടുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകുന്നൊരു കാര്യമല്ലല്ലോ. അത് അയാളെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ സാധാരണ വെക്കുന്നത്. അവിടെ എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ സെക്യൂരിറ്റി ജീവനക്കാർക്കൊക്കെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കാൻ നമ്മളോടൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പോലീസ് തന്നെ സെക്യൂരിറ്റി നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്ന് കേരള പോലീസ് ആക്ടിലുണ്ട്. എവിടെങ്കിലും ഇങ്ങനെയുള്ള ഇതേമാതിരി ഉള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പോലീസിൽ നിന്ന് പോലും അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാതെ പോലീസിന് അത് കൊടുക്കാൻ ബാധ്യതയുണ്ടെന്ന് നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉള്ളിലേക്ക് വരുന്ന ആളുകളെ വീക്ഷിക്കുന്നതിനും ഉള്ളിൽ കയറുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടും അവർക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഗ്രിൽസ് ഗേറ്റ് വേണം. ഗ്രിൽസ് ഗേറ്റ് തന്നെ ഒരാൾക്ക് കയറാൻ പറ്റുന്ന മാതിരി ആയിരിക്കണം. അതുപോലെ തന്നെ അതുപോലും കൂടുതലും തുറക്കാൻ പറ്റാത്ത മാതിരി ലോക്ക് ഇട്ടിട്ട് പൂട്ടിയിരിക്കണം. അതിനെയും തുറക്കണമെങ്കിൽ ലോക്ക് തുറന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വൈഡായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാ ബാങ്കിലും നമുക്ക് കാണാം. ഇവിടെ എന്താ ചെയ്യാതിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നല്ലേ. എന്തായാലും അത് അവിടെ ഒരു സെക്യൂരിറ്റി ലാപ്സസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മോഷണം നടത്താൻ, അതും പകൽ സമയത്ത് നട്ടുച്ച സമയത്ത് ഇതേമാതിരി ഒരു മോഷണം നടത്തുന്നതിന് ബാങ്കിന്റെ അലംഭാവം എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. അയാളെ കള്ളന്മാരെപ്പോഴും മോഷ്ടിക്കാനുള്ള അവസരം നോക്കി നടക്കും. അതിനുള്ള അവസരം പാകപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് സെക്യൂരിറ്റി ലാപ്സസ് ആണ്. അതാണ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.